ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ യൂണിറ്റ് 2 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചത്. യൂണിറ്റ് 2 ഈസ് ഓൾ അബൌട്ട് സപ്ലൈ. സപ്ലൈ എന്ന ടേമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സ്കോപ്പ് ഓഫ് സപ്ലൈ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ ആ ട്രാൻസാക്ഷൻ എന്തൊക്കെ പ്രത്യേക രൂപത്തിലുള്ള പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്യണം. ഒരു 6 പാരാമീറ്റേഴ്സാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ആദ്യത്തെ പാരാമീറ്റർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ വർക്ക്. നമ്മൾ ക്ലിയർ ആയിട്ടത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് GST ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷനോട് കൂടി നടത്തുന്ന സപ്ലൈ മാത്രമേ നമ്മൾ GST ആക്ട് പ്രകാരം ഒരു ടാക്സബിൾ സപ്ലൈയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇനി ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഉള്ള സപ്ലൈ എന്താണെന്നുള്ളത് അത് വളരെ ക്ലിയർ ആയിട്ട്, കൺസിഡറേഷൻ എന്താ, കൺസിഡറേഷൻ ഹാസ് ബി സ്പെസിഫിക്കലി ഡിഫൈൻഡ് ഇൻ GST ആക്ട്. കൺസിഡറേഷൻ എന്താണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് GST ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. GST ആക്ടിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ഇൻ ടേംസ് ഓഫ് മണി, പണമായിട്ട് വേണമെന്നില്ല. കൺസിഡറേഷൻ ക്യാൻ ബി കൈൻഡ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ടും കൺസിഡറേഷൻ കണക്കാക്കാം. നമുക്കതിൻ്റെ ആ സെക്ഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ മണി ഓർ ഇൻ കൈൻഡ്. അപ്പം കൺസിഡറേഷൻ ക്യാൻ ബി ഇൻ മണി ഓർ ഇൻ കൈൻഡ് ആസ് പെർ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ A of the Central GST Act അല്ലെങ്കിൽ CGST Act 2017. Supplies include all forms are laid under for goods and services made for a consideration. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദി കോഴ്സ് ഓർ ഇൻ ദി ഫർദറൻസ് ഓഫ് എ ബിസിനസ്. രണ്ട് കാര്യങ്ങളുണ്ട്, ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് എ ബിസിനസ്. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു സപ്ലൈ ഉണ്ടാകണം. ഈ സപ്ലൈ ഉണ്ടായിരിക്കുന്ന എന്തിൻ്റെ ഭാഗമായിട്ട്, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ടോ വേണം ഈ സപ്ലൈ നടത്താൻ. എങ്കിൽ മാത്രമേ അത് GST ആക്ട് പ്രകാരം ഒരു സപ്ലൈ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ദെൻ ഇതിന് ഈ ജനറൽ റൂളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആ എക്സെപ്ഷൻസ് എന്താണെന്ന് നോക്കാം. However, there are exceptions to the requirement of consideration. ഇപ്പം GST ആക്ട് പ്രകാരം കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സപ്ലൈ നമ്മളെന്താ ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിന് സ്പെസിഫിക് ആയിട്ട് എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ആസ് കൺസിഡറേഷൻ ആസ് എ ഫ്രീ കണ്ടീഷൻ ഫോർ സപ്ലൈ ടു ബി കോൾഡ് എ സപ്ലൈ ആസ് പെർ GST. ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ആ എക്സെപ്ഷൻ എന്താണെന്ന് നോക്കാം. എനി സബ്സിഡി ഗിവൺ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നോട്ട് കൺസിഡർ ആസ് കൺസിഡറേഷൻ. ഇപ്പോൾ സബ്സിഡി സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കൊടുക്കുന്ന സബ്സിഡികൾ അത് കൺസിഡറേഷനായിട്ട് കണക്കാക്കുകയില്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദി പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദി റെസിപ്പിയൻ ഓർ ബൈ എനി അതർ പേഴ്സൺ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദി പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദി റെസിപ്പിയൻ ഓർ എനി അതർ പേഴ്സൺ. ഒരു സേവനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്കുകളോ സ്വീകരിക്കുന്ന വ്യക്തി പേയ്മെന്റ് കൊടുക്കണമെന്നില്ല, അത് ഇമ്മെറ്റീരിയലാണ്. ഇവിടെ ഒരു പേയ്മെന്റ് ഉണ്ടോ എന്നുള്ളതാണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ദെൻ എ ഡിപ്പോസിറ്റ് ഗിവൺ, ഇനി ഒരു ഡിപ്പോസിറ്റ് കൊടുക്കുന്നു, എന്തെങ്കിലും സാധനങ്ങൾ റിസീവ് ചെയ്യുന്നതിന് ഒരു ഡിപ്പോസിറ്റ് കൊടുക്കുന്നു, ഈടായിട്ട് ഡിപ്പോസിറ്റ് കൊടുക്കുന്നു. ഈ ഡിപ്പോസിറ്റ് കൺസിഡറേഷനായിട്ട് കണക്കാക്കില്ല. ഇനി അതല്ല എങ്കിൽ ഈ സാധനങ്ങളോ സേവനമോ റിസീവ് ചെയ്തു കഴിയുമ്പോൾ ഈ ഡിപ്പോസിറ്റിൽ നിന്നാണ് പണം കുറയ്ക്കുന്നതെങ്കിൽ, ഡിപ്പോസിറ്റിൽ നിന്ന് പണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കൺസിഡറേഷൻ ഈടാക്കുകയാണെങ്കിൽ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് കൺസിഡറേഷനായിട്ട് കണക്കാക്കും. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഡിപ്പോസിറ്റായിട്ട് മുൻകൂർ കൊടുക്കുന്ന പണം ഒരിക്കലും കൺസിഡറേഷനായിട്ട് കണക്കാക്കില്ല. ഈ രണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ, കൺസിഡറേഷൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള എക്സംഷൻസ് ആണ്. രണ്ട് എക്സംഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സബ്സിഡി, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കൊടുക്കുന്ന സബ്സിഡികൾ. രണ്ടാമത് സേവനമോ സാധനങ്ങളോ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് എന്താ, അതിന് മുൻപേ തന്നെ കൊടുക്കുന്ന ഒരു ഡിപ്പോസിറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ കൺസിഡറേഷൻ്റെ എക്സംഷനാണ്. ദെൻ സപ്ലൈ മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ. ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുണ്ട് സപ്ലൈ മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ എന്താണെന്നുള്ളത്. ആസ് പെർ ഷെഡ്യൂൾ 1 ടു ദി GST ആക്ട് 2017, ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്നത്
Schedule 1 to the GST Act 2017, as activities as mentioned below shall be treated as supply even if made without consideration. ഫസ്റ്റ് ഷെഡ്യൂൾ 2017 പറഞ്ഞിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അത് കൺസിഡറേഷൻ ഇല്ലാതെയാണ് നടപ്പിലാക്കുന്നതെങ്കിലും അതെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. certain transactions അത് even if it is made without consideration that shall be considered as supply. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് permanent transfer or disposal of business assets where input tax credit has been availed on such assets. എന്താ ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പെർമനന്റ് ട്രാൻസ്ഫർ ഓഫ് ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്, ബിസിനസിന്റെ അസറ്റുകൾ അത് സ്ഥിരമായിട്ട് ഡിസ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിസ്പോസലിനോ ട്രാൻസ്ഫറിനോ ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്കാക്കും? അതൊരു സപ്ലൈ ആയിട്ട് കണക്കാക്കും, ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ. രണ്ടാമത് ഇവിടെ എന്താ, ഈ സപ്ലൈ നടത്തുന്നല്ലെങ്കിൽ പെർമനന്റ് ട്രാൻസ്ഫറോ ഡിസ്പോസലോ നടത്തുന്ന എന്താ? കൺസിഡറേഷന് വേണ്ടി അല്ല. ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ that will be considered as a supply. Then second one, supply of goods or service or both between related persons or between distinct persons as specified in section 25. So section 25 il paranjirikkunna prakaram supply of goods or service or both between related persons, related persons lo distinct persons lo idakke supply of goods or service o നടത്തുന്നുണ്ട് എങ്കിൽ സെക്ഷൻ 25 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പ്രകാരമാണെങ്കിൽ when made in the course or furtherance of business. ഇവിടെ എന്താ, ഇത് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ നടക്കുന്നതെങ്കിൽ ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ ദാറ്റ് വിൽ ബി കൺസിഡർഡ് സപ്ലൈ. രണ്ടാമത് പറയുന്ന ഷെഡ്യൂൾ 1 പ്രകാരം സ്വന്തക്കാർക്കിടയിൽ, ക്ലോസ് റിലേറ്റീവ്സിനിടയിൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺസിന്റെ ഇടയിലാണെങ്കിൽ പോലും ഈ ഒരു സപ്ലൈ നടന്നിരിക്കുന്ന സെക്ഷൻ 25 പ്രകാരമാണ് എങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ആയിട്ട് കണക്കാക്കും. ദെൻ ദി തേർഡ് ക്രൈറ്റീരിയ, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ്. ഒരു പ്രിൻസിപ്പൽ അയാളുടെ ഏജന്റിന് സപ്ലൈ നടത്തുന്നു. വേർ ദി ഏജന്റ് അണ്ടർടേക്സ് ടു സപ്ലൈ സച്ച് ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ഏജന്റിന് സാധനങ്ങൾ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെ സാധനങ്ങൾ ഏജന്റിന് കൈമാറുമ്പോൾ ഏജന്റ് അത് മറ്റൊരാൾക്ക് കൈമാറുന്നുണ്ട് എങ്കിൽ പ്രിൻസിപ്പൽ ഏജന്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന കൺസിഡറേഷന് വേണ്ടിയല്ല, പക്ഷെ ഏജന്റ് അത് ട്രാൻസ്ഫർ ചെയ്ത് എന്തായിട്ട് മാറും? അത് കൺസിഡറേഷന് വേണ്ടിയാകും. അപ്പോൾ ആദ്യത്തെ ആ ട്രാൻസാക്ഷൻ സപ്ലൈ ആയിട്ട് കണക്കാക്കും. ദെൻ ബൈ ആൻ ഏജന്റ് ടു ഹിസ് പ്രിൻസിപ്പൽ. സപ്ലൈ മെയ്ഡ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ് ഓർ സപ്ലൈ മെയ്ഡ് ബൈ ആൻ ഏജന്റ് ടു ഹിസ് പ്രിൻസിപ്പൽ where the agent undertakes to receive such goods on behalf of the principal. ഏജന്റ് പ്രിൻസിപ്പലിന് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ ഏതെങ്കിലും സാധനങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ പ്രിൻസിപ്പലിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ അതും സപ്ലൈ ആയിട്ട് കണക്കാക്കും. പ്രിൻസിപ്പൽ ഏജന്റിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുകയും ആ സാധനങ്ങൾ ഏജന്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്താൽ ആദ്യത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ വിതൗട്ട് കൺസിഡറേഷൻ ആണ്, പക്ഷെ അത് സപ്ലൈ ആയിട്ട് മാറും. ഇനി ഏജന്റ് പ്രിൻസിപ്പലിന് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൽ സാധനങ്ങൾ റിസീവ് ചെയ്തിട്ട് പ്രിൻസിപ്പലിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാലും അതും എന്തിന്റെ കാറ്റഗറിയിൽ വരും? സപ്ലൈയുടെ കാറ്റഗറിയിൽ വരും. Then the fourth point is import of services by a taxable person. ഒരു ടാക്സബിൾ പേഴ്സൺ സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നു ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ ഫ്രം എനി ഓഫ് ഹിസ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം ഒരു ടാക്സബിൾ പേഴ്സൺ സർവീസുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താ? ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, റിലേറ്റീവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരെങ്കിൽ നിന്നോ സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇമ്പോർട്ട് നടക്കുന്നത് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അതും കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിലും അതും ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കും. ചില ട്രാൻസാക്ഷൻസ് എന്താ, ഷെഡ്യൂൾ 1 പ്രകാരം ചില ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇമ്മീഡിയറ്റ് കൺസിഡറേഷന് വേണ്ടിയല്ല. അപ്പോൾ പണത്തിന് പകരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾക്ക് പകരമായിട്ടോ അല്ല ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്. പക്ഷെ ഷെഡ്യൂൾ 1 പ്രകാരം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് അത് ഈവൻ ദാറ്റ് ഈസ് മെയ്ഡ് വിതൗട്ട് കൺസിഡറേഷൻ
that will be included in the term അല്ലെങ്കിൽ included in the category of supply. Then മൂന്നാമത്തെ പാരാമീറ്റർ ആയിട്ട് പറഞ്ഞിരുന്നതാണ് സപ്ലൈ ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ ആണ് ഒരു സപ്ലൈ നടത്തുന്നതെങ്കിൽ GST is essentially a tax only on commercial transactions. GST എന്താ? കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ മേൽ മാത്രം ചുമത്തപ്പെടുന്ന ഒരു ടാക്സ് ആണ്. ഒരു ട്രാൻസാക്ഷൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ടാകണം. പണത്തിനോ തത്തുല്യമായ മറ്റെന്തെങ്കിലും വസ്തുവകൾക്കോ പകരമായിട്ട് വേണം ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കാനായിട്ട്, എങ്കിൽ മാത്രമേ ഇതൊരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആവുള്ളൂ. GST ഇമ്പോസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന്റെ മേൽ മാത്രമാണ്. ഹെൻസ് only those supplies that are in the course or furtherance of business qualify as supply under GST. എന്താ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ മാത്രമേ, ബിസിനസിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ഒരു സപ്ലൈ ആയിട്ടും കണക്കാക്കുകയുള്ളൂ, അതിന് മാത്രം ടാക്സ് ലയബിലിറ്റി വരുന്നുള്ളൂ. ഹെൻസ് എനി സപ്ലൈസ് മെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി, ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ നടത്തുന്ന സപ്ലൈ ഒരിക്കലും ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നില്ല. ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടല്ല, അയാൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടാണ് സപ്ലൈ നടത്തുന്നതെങ്കിൽ ആ സപ്ലൈ എന്താണ്? അതൊരിക്കലും ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് മാറില്ല. Then however, there is one exception to this course or furtherance of business rule. GST പ്രകാരം ഒരു സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആകണമെങ്കിൽ ആ സപ്ലൈ നടക്കുന്നത് എന്താ? ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ് ആകണം. നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ നടപ്പിലാക്കിയാൽ മാത്രമേ അതൊരു ടാക്സബിൾ സപ്ലൈ ആകുന്നുള്ളൂ. ഇനി ഇതിനൊരു എക്സംഷൻ പറയുന്നത്, ഹൗ ദർ ഈസ് വൺ എക്സംഷൻ ടു ദിസ് കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് റൂൾ. ഇത് ജനറൽ റൂളാണ്. സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഈ ജനറൽ റൂളിന് ഒരു എക്സംഷൻ ഉണ്ട്. ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ കൺസിഡറേഷൻ. ഇവിടെ എന്താ? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ. കൺസിഡറേഷന് കൂടി കൺസിഡറേഷൻ ഉള്ള ഇമ്പോർട്ട് ഓഫ് സർവീസസ്, അതിനെന്താണ് ഈ ജനറൽ റൂൾ? ജനറൽ റൂൾ പറയും ഈവൻ ദോ ഇറ്റ് ഈസ് മെയ്ഡ് നോട്ട് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇത് ബിസിനസിന്റെ ഭാഗമായിട്ടല്ലാതെ സർവീസുകൾ ഇമ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അതും സപ്ലൈ ആയിട്ട് നമ്മൾ കണക്കാക്കും. Then the fourth parameter is supply by a taxable person. ഒരു സപ്ലൈ GST പ്രകാരം ടാക്സ് അട്രാക്ട് ചെയ്യുന്ന ഒരു സപ്ലൈ ആകണമെങ്കിൽ ദാറ്റ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. സെക്ഷൻ 22-ലും സെക്ഷൻ 24-ലും പറഞ്ഞിരിക്കുന്ന പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാൻ ബാധ്യതയുള്ള ഒരാൾ, സെക്ഷൻ 25-ൽ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ഈ വ്യക്തി നടത്തുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ എന്താണ്? സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാറുന്നുള്ളൂ. GST ആക്ടിന്റെ സെക്ഷൻ 24-ഓ 22-ലോ പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ബാധ്യത. ഇനി ഇങ്ങനെ ബാധ്യതയുള്ള ഒരാൾ സെക്ഷൻ 25-ന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന സപ്ലൈ എന്തായിട്ട് കണക്കാക്കും? സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ. സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് GST ആക്ട് പ്രകാരം കണക്കാക്കുകയുള്ളൂ. നമുക്കെന്തായി സെക്ഷൻ 22-ഉം സെക്ഷൻ 24-ഉം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് GST പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടാനുള്ള ബാധ്യത ഉള്ളത്. സെക്ഷൻ 25-ൽ രജിസ്ട്രേഷന്റെ പ്രൊസീജിയേഴ്സ് ആണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പം സെക്ഷൻ 22, സെക്ഷൻ 24 പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ബാധ്യതയുള്ള ഒരാൾ സെക്ഷൻ 25-ൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി നടത്തുന്ന സപ്ലൈ മാത്രമേ എന്താ? സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഒരു ടാക്സബിൾ പേഴ്സൺ നടത്തുന്ന സപ്ലൈക്ക് മേൽ മാത്രമേ GST ചുമത്താൻ സാധിക്കുകയുള്ളൂ. Then the fifth point is taxable supply. ടാക്സബിൾ ആയിരിക്കണം സപ്ലൈ. ഇപ്പം എന്താ ടാക്സബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജബിൾ, ടാക്സ് ചാർജ് ചെയ്യപ്പെടാവുന്ന സപ്ലൈ ആയിരിക്കണം. ഒരു ടാക്സബിൾ പേഴ്സൺ നടത്തുന്ന എല്ലാ സപ്ലൈയും അത് ടാക്സബിൾ ആകണമെന്നില്ല. സപ്ലൈ ഷുഡ് ബി ടാക്സബിൾ. എ ടാക്സബിൾ സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ.
So a taxable supply is a supply of goods, services or both that is chargeable to the GST Act അല്ലെങ്കിൽ chargeable to GST, goods and services tax under the GST Act. For a supply to attract GST, the supply must be taxable. എന്താ ഒരു GST അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ടാക്സബിൾ ആയിരിക്കണം. ടാക്സബിൾ സപ്ലൈ ഹാസ് ബീൻ ബ്രോഡ്ലി ഡിഫൈൻഡ് and means any supply of goods or services or both which is leviable to tax under the act. അപ്പം which is leviable to tax, ടാക്സ് ലെവി ചെയ്യപ്പെടാവുന്ന സപ്ലൈ ആണ് ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. Exceptions may be provided to the specified goods or services to a specified category of persons, entities making supply. നമ്മൾ ആ സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഡെവലപ്പർ അല്ലെങ്കിൽ സപ്ലൈ മെയ്ഡ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ യൂണിറ്റ്, ഇതിനൊക്കെ എന്താ എക്സെപ്ഷൻസ് വരും. ഇതൊക്കെ ടാക്സബിൾ പേഴ്സൺസ് ആണ് നടത്തുന്നതെങ്കിൽ പോലും അതിന് എക്സെപ്ഷൻ വരുന്നു. ഈ എക്സെപ്ഷൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഈ എക്സെപ്ഷൻസ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ആൻഡ് ദി സപ്ലൈ മസ്റ്റ് ബി എ ടാക്സബിൾ സപ്ലൈ. ദെൻ സിക്സ്ത് പാരാമീറ്റർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? സപ്ലൈ ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി. ഈ സപ്ലൈ നടത്തുന്നത് എന്താണ്? ടാക്സബിൾ ടെറിട്ടറിയിലായിരിക്കണം. എല്ലാ ടെറിട്ടറിയിലും ടാക്സ് ചുമത്തേണ്ട കാര്യമില്ല. എല്ലാ ടെറിട്ടറിയിലും ടാക്സ് ചുമത്തേണ്ട ഒരു ആവശ്യകതയില്ല. അത് ക്ലിയർ ആയിട്ട് GST ആക്ടിൽ പറയുന്നുണ്ട്. ഫോർ എ സപ്ലൈ ടു അട്രാക്ട് GST, ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ, ഇവിടെ എന്താ കുറെ സെക്ഷൻസ് പ്രകാരമാണ്. സെക്ഷൻ 10, 11, 12 and 13. Section 10, 11, 12 and 13 of the GST Act 2017 and should be in India. അപ്പോൾ എന്താ ഈ സെക്ഷൻ 10, 11, 12, 13 ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഷുഡ് ബി ഇൻ ഇന്ത്യ, ഇന്ത്യയിലായിരിക്കണം ഈ ഒരു സപ്ലൈ നടക്കുന്നത്. ദെൻ എക്സെപ്റ്റ് ഫോർ ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. GST ആക്ട് 2017 ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം എന്താ ഓഗസ്റ്റ് 5 ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 51A അത് റിവോക്ക് ചെയ്തതോടുകൂടി, അത് പിൻവലിച്ചതോടുകൂടി GST ഇപ്പോൾ എന്താ ജമ്മു ആൻഡ് കാശ്മീരിനും ആപ്ലിക്കബിൾ ആയിട്ട് വന്നു. ജമ്മു ആൻഡ് കാശ്മീരിനെ 3 വിഭജിച്ച് ഇതിന്റെ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 370 51A റിവോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ജമ്മു ആൻഡ് കാശ്മീരിനും GST ആപ്ലിക്കബിൾ ആയിട്ട് വന്നു. ജമ്മു ആൻഡ് കാശ്മീരിനും ഇപ്പോൾ നിലവിൽ GST ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇതിന് പുറമെ എന്താ നമ്മൾ കുറെ സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് പറയുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത 6 പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്യപ്പെടുന്ന അതിന്റെ എക്സെപ്ഷൻസ് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് GST ആക്ടിൽ കണക്കാക്കും. GST is always levied on commercial transactions. GST എന്താ? അത് സപ്ലൈയുടെ മേലാണ് ചുമത്തുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന അതായത് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒക്കെ മാറ്റി ഇപ്പം പല രീതിയിൽ മാനുഫാക്ചറിങ് സ്റ്റേജിലും ഓരോ ട്രാൻസാക്ഷൻ സ്റ്റേജിലും ചാർജ് ചെയ്തപ്പെട്ടിരുന്ന അല്ലെങ്കിൽ എൻട്രി ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് GST ഫോം ചെയ്യുന്നത്. GST ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത 6 പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്യപ്പെടുന്ന സപ്ലൈ എല്ലാം എന്താണ്? ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കാം. ഇനി ഇതിനുള്ള സ്പെസിഫിക് എക്സംഷൻസ് പറയുന്നുണ്ട്. GST ആക്ട് പ്രകാരം എല്ലാ സപ്ലൈയും ഒരിക്കലും ടാക്സബിൾ സപ്ലൈ ആകുന്നില്ല. സ്പെസിഫിക് ആയിട്ട് ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഈ എക്സെപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് GST ആക്ടിലെ ഷെഡ്യൂൾ 3 GST ആക്ടിലെ ഷെഡ്യൂൾ 3 സ്പെസിഫിക് ആയിട്ട് എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Further, Schedule 3 to the GST Act 2017 spells out activities which shall be treated neither as supply. ഈ ഷെഡ്യൂൾ 3 പറഞ്ഞിരിക്കുന്നത് എന്താ? ആക്ടിവിറ്റീസ് shall be treated, which shall be treated neither as supply of goods nor as supply of services or outside the scope of GST. ഇപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് എന്താ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടോ സപ്ലൈ ഓഫ് സർവീസസ് ആയിട്ടോ കണക്കാക്കാൻ പറ്റില്ല. ഇത് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് GST ആണ്. GSTയുടെ സ്കോപ്പിന് വെളിയിലാണ് വരുന്നത്. Then, as per section 7, subsection 2, subsection A, ഇത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 3 ൽ
the section 7, subsection 2, subsection A. The following matters shall be treated as neither supply of goods nor supply of service. അപ്പം മെൻഷൻ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു എട്ടോളം ട്രാൻസാക്ഷൻസ് ജി എസ് ടി ആക്ട് ഷെഡ്യൂൾ 3 പ്രകാരം എന്തായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല, അത് ടാക്സബിൾ ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ലെറ്റ്സ് എക്സാമിൻ ദോസ് എക്സെപ്ഷൻസ് വൺ ബൈ വൺ. ആദ്യത്തെ എക്സെപ്ഷൻ ആണ് സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു ദി എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് ഓർ ഇൻ റിലേഷൻ വിത്ത് എംപ്ലോയ്മെന്റ്. സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു ദി എംപ്ലോയർ, ജോലിയുടെ ഭാഗമായിട്ട് ഒരു എംപ്ലോയർക്ക് ചെയ്യുന്ന സേവനങ്ങൾ. സർവീസസ് ബൈ ആൻ എംപ്ലോയി ടു ദി എംപ്ലോയർ ഇൻ ദി കോഴ്സ് ഓഫ് ഹിസ് ജോബ്, അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയർക്ക് ചെയ്യുന്ന സേവനങ്ങൾ. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് സർവീസസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ, ഒരു കോടതിയുടെയോ ട്രിബ്യൂണലിന്റെയോ സർവീസുകൾ. അതെന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല, ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. ദെൻ ദി ഫങ്ഷൻസ് പെർഫോം ബൈ എനി മെമ്പർ ഓഫ് ദി പാർലമെന്റ്. ഇപ്പൊ നമ്മൾ ജനറലി പറഞ്ഞ എന്താ, സർവീസസ് ഓഫ് എനി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ്, ഇലക്റ്റഡ് പഞ്ചായത്ത് മെമ്പർമാര്, MLA മാര്, MP മാര്, നമ്മുടെ ലോക്കൽ ബോഡീസ് ഉണ്ട്, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇവിടെയൊക്കെയുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ സേവനങ്ങൾ അതുമെന്താണ് GST ആക്ട് പ്രകാരം സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇതെല്ലാം ഷെഡ്യൂൾ 3 സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദി ഫങ്ഷൻസ് പെർഫോം ബൈ എനി മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് അതർ ലോക്കൽ അതോറിറ്റീസ്. ജനറൽ നമ്മൾ പറഞ്ഞ എന്താ, സർവീസ് ഓഫ് ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ, ദി സർവീസസ് ഓഫ് ദി ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ അതെന്താണ്, അതും എക്സംപ്റ്റഡ് ആണ്, അത് ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കില്ല. Then fourth point, the duties performed by any person as a chairperson, member, director in a body established by the central government, state government or local authority and who is not deemed as an employee before the commencement of this clause. ഈ ക്ലോസ് എന്താ, നമ്മുടെ GST ആക്ട് പ്രകാരം GST ആക്ടും ഈ സെക്കൻഡ് ക്ലോസ് 7 ഒക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരെന്താ ജോലിക്കാരായിട്ട് കണക്കാക്കുന്നില്ല. ഈ കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ, മെമ്പേഴ്സ് ഓഫ് വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് മൈനോറിറ്റി കമ്മീഷൻ, ഇവരുടെ ഒന്നും സേവനങ്ങൾ ഒരു ടാക്സബിൾ സപ്ലൈ ആകുന്നില്ല. ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ, എന്താ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ പ്രതിനിധികളുടെ സേവനങ്ങൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോം ചെയ്യുന്ന എന്തെങ്കിലും ബോഡി, എന്തെങ്കിലും അതോറിറ്റി, അതിലൊക്കെ ചെയർപേഴ്സൺസിന്റെയും മെമ്പേഴ്സിന്റെയും സേവനങ്ങൾ GST ആക്ട് പ്രകാരം അതിൽ സപ്ലൈ ആയിട്ട് കണക്കാക്കി ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. ദെൻ സർവീസസ് ഓഫ് ഫ്യൂണറൽ, ബറിയൽ, ക്രീമറ്റോറിയം ഓർ മോർച്ചറി ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്. ഇതൊന്നും എന്താണ്, സർവീസസ് ഓഫ് ഫ്യൂണറൽ സർവീസുകൾ, ബറിയൽ സർവീസുകൾ, ക്രീമറ്റോറിയം സർവീസുകൾ, മോർച്ചറിൽ ഡെഡ് ബോഡി വെക്കുന്ന ആ സർവീസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്, മരണപ്പെട്ട ആളുകളെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്, ഈ പറയുന്ന സേവനങ്ങളൊന്നും സപ്ലൈയുടെ കാറ്റഗറിയിൽ വരുന്നില്ല. ദെൻ ദി സിക്സ്ത് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് സെയിൽ ഓഫ് ലാൻഡ്, സെയിൽ ഓഫ് ബിൽഡിംഗ് ആഫ്റ്റർ ദി ഇഷ്യൂവൻസ് ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം എന്താ, സെയിൽ ഓഫ് ലാൻഡിന്റെ വിൽപ്പന, സെയിൽ ഓഫ് ബിൽഡിംഗ് ആഫ്റ്റർ ദി ഇഷ്യൂവൻസ് ഓഫ് കംപ്ലീഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്. ഇതെന്താണ്, ഈ ഒരു ടേം വന്നിരിക്കുന്നത് എന്താ, ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. GST ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ കേസ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഒരു കെട്ടിടം അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞ് കൈമാറ്റം ചെയ്ത് വിൽക്കുക, അല്ലെങ്കിൽ ഭൂമി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് വിൽക്കുക, എന്തിന്റെ കാറ്റഗറിയിലാണ് വരുന്നതെല്ലാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാറ്റഗറിയിൽ വരും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മേൽ GST ആപ്ലിക്കബിൾ അല്ല. ദെൻ certain categories of activities or transaction undertaken by the central governmentന്റെ എന്തെങ്കിലും ചില ആക്ടിവിറ്റി, സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി
സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റികളോ ഏറ്റെടുക്കുന്ന ചില പ്രത്യേക ആക്ടിവിറ്റികൾ ഇൻ വിച്ച് ദേ ആർ എൻഗേജ്ഡ് ആസ് പബ്ലിക് അതോറിറ്റീസ്. അവരെന്താ പബ്ലിക് അതോറിറ്റി ആയിട്ടാണ് ആ ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുന്നതെങ്കിൽ ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇത് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി GST കൗൺസിൽ. GST കൗൺസിൽ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളോ ഏറ്റെടുക്കുന്ന certain categories of transactions, അതും സപ്ലൈഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. GST കൗൺസിൽ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. Then shall be treated, ഇതെന്താ, neither as supply of good nor as supply of services. ഇത് രണ്ടായിട്ടും കണക്കാക്കാൻ പറ്റുകയില്ല. സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഏറ്റെടുക്കുന്ന ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആക്ടിവിറ്റീസ് അതെന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അതൊരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. Then again, actionable claims other than lottery, betting and gambling. ലോട്ടറിയും ബെറ്റിങ്ങും ഗ്യാംബ്ലിങ്ങും GSTയുടെ കീഴിൽ വരും. മറ്റ് ആക്ഷണബിൾ ക്ലെയിംസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ആക്ഷണബിൾ ക്ലെയിം ആണ്, അല്ലെങ്കിൽ ക്ലെയിം ഫോർ പ്രൊവിഡന്റ് ഫണ്ട് ആക്ഷണബിൾ ക്ലെയിം ആണ്. ഇത് രണ്ടും എന്താണ്, ഇത് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. ദെൻ ടൈപ്സ് ഓഫ് സപ്ലൈ, നമ്മൾ അടുത്തൊരു പോർഷനിലേക്ക് പോവുകയാണ്. ടൈപ്സ് ഓഫ് സപ്ലൈ നമ്മൾ ഇത് അടുത്ത ഒരു ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ, നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ GST ആക്ട് പ്രകാരം സപ്ലൈ ആയിട്ട് കണക്കാക്കും. രണ്ടാമത്, ഇതിന് എന്തൊക്കെ സ്പെസിഫിക് എക്സെപ്ഷൻസ് ആണ് ആർട്ടിക്കിൾ 3 പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓർമ്മിക്കുക. താങ്ക് യു.